ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന മിക്ക വീഡിയോകളും കൂടുതൽ പേര് ആവശ്യപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ്. സമയക്കുറവ് മൂലമാണ് ഒരല്പം ലേറ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യുക. കിച്ചൺ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾ ഈ സിങ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷം കൂടുതലായി, 9 വർഷത്തിലേക്ക് കടക്കുന്നു. ഡെയിലി നമ്മൾ ചെയ്യുന്നത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം ഇത് നന്നായിട്ട് ഇതേപോലത്തെ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതല്ല, വിമ്മല്ല, വേറെ എന്തെങ്കിലുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്നും പ്രോബ്ലം ഇല്ല. ഞാനിപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുക. അതിന് നമുക്ക് ഏതെങ്കിലും ടൈപ്പ് സ്പോഞ്ച് ഉപയോഗിക്കാം. ഒരിക്കലും മെറ്റൽ കൊണ്ടുള്ള സ്പോഞ്ച് സിങ്ക് കഴുകാനായിട്ട് എടുക്കരുത്. കാരണം ഇതിലൊക്കെ പോറൽ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ചായയുടെ മട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് ഒരിക്കലും ഇതിൽ വെള്ളം ഒഴിച്ച് കഴുകാതെ പോകരുത്. അത് ഇതിൽ കറയൊക്കെ പിടിക്കാനും അത് മാറാതിരിക്കാനും ഒക്കെ ഇടയാക്കുന്ന കാര്യമാണ്. അതുപോലെ രാത്രി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് തന്നെ സമയക്കുറവ് ഉണ്ടെങ്കിൽ പോലും കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡെയിലി ഇതേപോലത്തെ എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സിങ്ക് കഴുകുക. അപ്പോൾ ഇതിൽ കൂടുതലും കറകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളൊന്ന് കാര്യമായിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വിനാഗിരി. അപ്പം നമുക്ക് ഈ പൗഡർ സിങ്കിലേക്ക് നമുക്ക് വിതറി വെക്കാം ആദ്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വിനാഗിരി ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ല, നാരങ്ങ നീര് ഉപയോഗിക്കാം. ഞാൻ ചിലപ്പോൾ വിനാഗിരി യൂസ് ചെയ്യാറില്ല, അതിന് പകരമായിട്ട് നാരങ്ങ നീരാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കാറ്. അപ്പോൾ അതെങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇടട്ടെ. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതൽ അഴുക്കുണ്ടാകുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് അവിടെ കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടുക. ഇനി നമ്മൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരച്ച് കഴുകുകയാണ് വേണ്ടത്. ഈ റഫായിട്ടുള്ള പാർട്ട് ഉപയോഗിച്ച് വേണം നമുക്ക് ഉരച്ച് കഴുകാനായിട്ട്. ഈ പാർട്ട് യൂസ് ചെയ്യേണ്ട. അപ്പോൾ നമുക്കിത് ഉരച്ച് കഴുകാം. ഈ സൈഡും ഒന്ന് ഇതേപോലെ ഒന്ന് ഉരയ്ക്കുക. നമ്മൾ എത്ര വൃത്തിയായിട്ട് കഴുകിയിടുന്നതാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ അതുമെന്ന് ചെളി വരുന്നത് നമുക്ക് കാണാം. നമുക്ക് ഇതേപോലെ തന്നെ ഈ വാഷ് ബേസിൻ്റെ പൈപ്പും ഉരച്ച് കഴുകേണ്ടതുണ്ട്, അല്ലെങ്കിൽ പൈപ്പിൽ അഴുക്കുണ്ടാവും.
പിന്നെ നമുക്ക് ഈ സൈഡുകളിൽ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും ഒരൽപ്പം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉരയ്ക്കുമ്പോൾ ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വേറെ കുറച്ച് സെപ്പറേറ്റ് വെള്ളം എടുത്ത് വെക്കുവാണെങ്കിൽ അത് മുക്കി നന്നായിട്ട് ഉരച്ചൊരച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ സിങ്കിൽ എവിടെയെങ്കിലും സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാം. ആദ്യം തന്നെ ഈ സ്പോഞ്ചും അതേപോലെ ബ്രഷും കഴുകി മാറ്റുക. അപ്പോൾ വളരെ ഈസി അല്ലേ കിച്ചൺ സിങ്ക് വൃത്തിയാക്കാനായിട്ട്? വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതേ രീതിയിൽ ചെയ്യുക. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഒരല്പം കഷ്ടപ്പെടണം. വളരെ കുറച്ച് സമയം മാത്രം, ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.